ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവിയിലേക്കുള്ള SSC ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ജനുവരി 2026 ബാച്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 3 ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, ടെക്നിക്കൽ ബ്രാഞ്ച്, അങ്ങനെ 3 ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിന് കീഴിലും വിവിധ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ കീഴിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ജനറൽ സർവീസ്, എയർ ട്രാഫിക് കൺട്രോളർ, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ, പൈലറ്റ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ പോസ്റ്റുകളാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ കീഴിൽ വരുന്നത്. അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ കീഴിൽ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റ് മാത്രമാണ് വരുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ കീഴിൽ 3 പോസ്റ്റുകളാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, നേവൽ കൺസ്ട്രക്ടർ തുടങ്ങിയ 3 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ കീഴിൽ വന്നിരിക്കുന്നത്. ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 8 ഫെബ്രുവരി 2025 മുതൽ 25 ഫെബ്രുവരി 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് 56,100 രൂപ മുതലാണ് 1,77,500 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ജനറൽ സർവീസ് പോസ്റ്റിലേക്ക് ആകെ 60 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 വേക്കൻസി ഫീമെയിൽസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 18 വേക്കൻസിയാണ്. ഇനി അടുത്ത നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 22 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 വേക്കൻസി ഫീമെയിൽസിന് അല്ലെങ്കിൽ വുമൻസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത പൈലറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 26 വേക്കൻസിയാണ്. 5 വേക്കൻസി വുമൻസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 28 വേക്കൻസിയാണ്. അതിൽ 6 വേക്കൻസി വുമൻസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് ആകെ 15 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ബ്രാഞ്ചിലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ആകെ 38 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 8 വേക്കൻസി വുമൻസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലെ ജനറൽ സർവീസ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 45 വേക്കൻസിയാണ്. അതിൽ 9 വേക്കൻസി വുമൻസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 18 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസി വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 2001 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ മെർച്ചൻ്റ് നേവി പേഴ്സൺസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനുവരി 2001 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 2002 1 ജനുവരി 2007 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത പൈലറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനുവരി 2002 1 ജനുവരി 2007 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ പൈലറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനുവരി 2001 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനുവരി 2001 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ MTech ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റിൽ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 2 ജനുവരി 1999 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക.
ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് 2 ജനുവരി 2001 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മെർച്ചൻ്റ് നേവി പേഴ്സണൽസിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ച് അതുപോലെ തന്നെ നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനുവരി 2001 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള ഏജ് ലിമിറ്റ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ എക്സിക്യൂട്ടീവ് ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ BE BTech ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ് ഇട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും പറഞ്ഞില്ല, ഏതൊരു സബ്ജക്റ്റിൽ പാസ് ഇട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പോസ്റ്റ് പൈലറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ BE BTech 60% മാർക്കോട് കൂടി ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 10ാം ക്ലാസ്സിലും +2ലും 60% മാർക്ക് ടോട്ടൽ അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2വിനും ഇംഗ്ലീഷിന് 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ BE BTech ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് MBA ഫസ്റ്റ് ക്ലാസ് കൊണ്ട് എങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയൊരു ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് MCA അല്ലെങ്കിൽ MSc IT ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 4 ക്വാളിഫിക്കേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത NIC അതായത് നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ BE BTech 60% മാർക്കോട് കൂടി താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2വിൽ അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ 60% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനും 60% മാർക്ക് 10ലും അതുപോലെ തന്നെ +2വിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് മെയിനായിട്ടും 5 ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 60% മാർക്കോട് കൂടി MSc മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ BSc ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 60% മാർക്കോട് കൂടി MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സിൽ പാസ്സായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മാത്സ് ഇൻ BSc ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 60% മാർക്കോട് കൂടി MSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ BSc ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് BE BTech 60% മാർക്കോട് കൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് BE BTech 60% മാർക്കോട് കൂടി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 60% മാർക്കോട് കൂടി MTech താഴെ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ MTech ഇൻ തെർമൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈന് അല്ലെങ്കിൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ VLSI അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ MTech ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർ +2വിലും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 10ൽ അല്ലെങ്കിൽ +2വിൽ 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നോക്കാം. BE BTech താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. BE BTech താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BE BTech 60% മാർക്കോട് കൂടി താഴെ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സ്ട്രീമാണ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ
എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജി അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഓഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഷിപ്പ് ടെക്നോളജി അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് ഡിസൈൻ തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ BE BTech പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്, അതിനുശേഷം SSB ഇൻ്റർവ്യൂ, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഫൈനൽ ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 25 ഫെബ്രുവരി 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ആൻഡ് പാർട്ട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.